ഹമാസിന്റെ പോസ്റ്റിലേക്ക് വന്നാൽ ഇപ്പം അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അപ്പം ഇന്നലെ MSF സംസ്ഥാന പ്രസിഡന്റ് പറയായിരുന്നു അതൊന്നും മുസ്ലിം സമുദായത്തെ ഇക്ലിപ്പെടുത്തൊന്നുമില്ല, അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ആ സമുദായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവർ പേടിക്കണ്ട, അങ്ങനെ ഇക്ലിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലല്ലോ പോസ്റ്റ് ഇട്ട് ഇവിടെ ഒഴിവ് വരുമെന്നോ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നോ ഞാൻ കരുതിയിട്ടുണ്ടോ. 2023 ഒക്ടോബർ 13 എന്തോ ആണ് ആ പോസ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഹമാസിനെ കുറിച്ചല്ല, അത് പലസ്തീനെ കുറിച്ചാണ്. പലസ്തീനിലെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്, നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്. തലയങ്ങ് പോയാലും അത്തരം വിഷയങ്ങളിൽ ആ നിലപാടാണ്. യുദ്ധമരുത്, ഹിംസയരുത്, മനുഷ്യരെ കൊന്നു തള്ളരുത്, ജാതിയുടെ മതത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഷയുടെ വംശത്തിൻ്റെ ഗോത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ മറ്റേതെങ്കിലും വിഭാഗത്തെ അടിച്ചമർത്തരുത് എന്നത് ജീവൻ പോയാലും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇസ്രായേൽ പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള MP നടത്തിയ പ്രസംഗം നിങ്ങൾ കേൾക്കൂ, കഴിഞ്ഞ ആഴ്ചയാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായിട്ട്. അപ്പോൾ അതിനൊന്നും തെരഞ്ഞെടുപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ മനുഷ്യപക്ഷ നിലപാടാണ്, എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നു ആർക്കും അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ, അതിനൊന്നും നമ്മളങ്ങനെ കണക്കിലെടുക്കേണ്ട.